നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എന്താ ഗംഗ അവിടെ തന്നെ നിന്നത്? വാ. ഇരിക്കൂ. ഇരിക്കൂ. വാ. ഒരു നല്ല കാര്യത്തിന് വരുന്നതല്ലേ? രാവിലെ ചെറിയൊരു പൂജ നടത്തി, അതാ വൈകിയത്. അത് നന്നായി. മംഗളകാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് ഈശ്വരാനുഗ്രഹം ഉണ്ടാകണമല്ലോ. ഞങ്ങളുടെ ഒറ്റ മോള ഹേമ. അവളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട്. അവൾക്കും ഏറ്റവും ബെസ്റ്റ് വേണമെന്നുള്ള വാശി ഞങ്ങൾക്കുണ്ട്. അതെനിക്കറിയാം. രാഹുലിന്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ദേവയാനിയുടെ മകനല്ലേ? ഇതാരാണെന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഏയ്, എന്തിന്? മഹി അറിയാത്തവരായി ആരാ ഉള്ളത്? കേരളത്തിലെ തന്നെ ടോപ്പ് ബിസിനസ്സിൽ ഒരാളല്ലേ? അതുമാത്രമല്ല, ദേവയാനിക്ക് മഹിയെ കഴിഞ്ഞല്ലേ മറ്റാരും ഉള്ളൂ. മഹിയെക്കുറിച്ച് പറയുമ്പോ എന്തൊരു സ്നേഹവും വാത്സല്യമാണെന്നോ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. മഹിയല്ലേ എന്റെ മൂത്ത മകൻ. ഗംഗയെ അറിയാലോ, മഹിയുടെ വൈഫാ. അറിയാം. എങ്കിൽ പിന്നെ ഹേമയെ വിളിക്കാം. രാഹുലിനെ കാണാൻ തിരക്കുണ്ടാവും. അത് ശരിയാ. സംസാരിച്ചിരുന്ന് വന്ന കാര്യം അങ്ങ് മറന്നു. ഞാൻ മോളെ വിളിക്കാം. രാഹുൽ എന്താ ഒന്നും മിണ്ടാത്തത്? ഏയ്, നിങ്ങൾ സംസാരിക്കല്ലേ. വിവാഹ കാര്യത്തില് ഏട്ടനും അമ്മയാണ് തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ തന്നെയാ വേണ്ടത്. അല്ലാതെ വളർത്തി വലുതാക്കിയ രക്ഷിതാക്കൾക്ക് വില കൊടുക്കാതെ തോന്നുന്ന പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്നതൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല. അതെ, രാഹുലിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയുമില്ല, അല്ലേ മഹി? അതെ, ഞങ്ങൾ കണ്ടെത്തുന്ന പെൺകുട്ടി വിവാഹം കഴിക്കാനാണ് താല്പര്യമെന്ന് രാഹുൽ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്. പാവം മഹേട്ടൻ രാഹുലേട്ടന്റെ യഥാർത്ഥ സ്വഭാവം അറിയാതെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടല്ലോ. ചായ അങ്ങോട്ട് കൊടുക്കും മോളെ. ഈ രാഹുലേട്ടന്റെ ഉദ്ദേശം എന്തായിരിക്കും? ഇനി രാജിയെ ചതിക്കാനായിരിക്കും അയാളുടെ പ്ലാൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ശ്രീ മഹേശ്വര. ഗംഗേ, ഗൗരി ചേച്ചി വന്നോ? ഞാൻ ചേച്ചിയോട് സംസാരിക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലായി. ഗംഗയുടെ മനസ്സിൽ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടല്ലോ. എന്താ പറ്റിയത്? അതെ ചേച്ചി, ഞാൻ ആകെ കൺഫ്യൂഷനിലാ. എന്തായാലും കാര്യം എന്നോട് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഹോസ്പിറ്റലില് എനിക്ക് സഹായത്തിനുണ്ടായിരുന്ന രാജിയെ ചേച്ചിക്ക് അറിയില്ലേ? അറിയാം. ഒരു സഹോദരിയെ പോലെ ഗംഗയെ നോക്കിയ പെൺകുട്ടിയല്ലേ? അതെ, ഞാൻ ആ കുട്ടിയെ കണ്ടിരുന്നു. രാജി ഒരാളുമായിട്ട് അടുപ്പത്തിലാണെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നല്ല പയ്യനെ ഈശ്വരനായിട്ട് തന്നെ കൊണ്ടുവന്നു. അത് കൊള്ളാലോ. ആള് പാവ, നല്ല സ്വഭാവ. അതിന് ഗംഗ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അത് ചേച്ചി,
രാജി അടുപ്പത്തിലായിരിക്കുന്നത് രാഹുലേട്ടനുമായിട്ടാ. രാഹുലേട്ടന്റെ യഥാർത്ഥ സ്വഭാവം അറിയാതെയാ രാജി സ്നേഹിച്ചിരിക്കുന്നത്. ഗംഗയ്ക്ക് ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കായിരുന്നില്ലേ? അതിന് പറ്റിയ സാഹചര്യത്തിലല്ല ചേച്ചി ആ കുട്ടി. രാജിയുടെ കാഴ്ചപ്പാടിൽ രാഹുലേട്ടൻ എല്ലാ അർത്ഥത്തിലും മാന്യനാ. അത് മാത്രല്ല, ആ കുട്ടിയും രാഹുലേട്ടനും രഹസ്യമായിട്ട് വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കുട്ടി എല്ലാ അർത്ഥത്തിലും രാഹുലേട്ടന്റെ ഭാര്യയായി എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ സമയത്ത് ഞാൻ എങ്ങനെ രാജിയോട് സത്യങ്ങൾ തുറന്നു പറയാനാ? വലിയൊരു കുടുക്കിൽ തന്നെയാണല്ലോ രാജി ചെന്ന് ചാടിയിരിക്കുന്നത്. അതെ, അത്രയും നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടിക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിയല്ലോ എന്നുള്ളതാ എന്റെ സങ്കടം. രാഹുലേട്ടന് ആ കുട്ടിയെ ചതിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് ഉറപ്പാണല്ലോ. എല്ലാം മറച്ചുവെച്ച് രാഹുലേട്ടൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുക. അങ്ങനെ സംഭവിച്ച രാജയുടെ ജീവിതം നശിക്കും. ആ കുട്ടി പിന്നെ ജീവിച്ചിരിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല. ഇതിപ്പോ ആകെ പ്രശ്നമാണല്ലോ ഗംഗെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? മഹേട്ടനെ വിവരം അറിയിച്ചാലോ? എന്തെങ്കിലും ഒരു തീരുമാനം മഹേട്ടനുണ്ടാക്കും. അത് വേണ്ട, അത് നമുക്ക് തന്നെ ദോഷം ചെയ്യും. എനിക്ക് മനസ്സിലായില്ല. നിനക്ക് ആ ദേവയാനിയുടെ സ്വഭാവം ശരിക്കും അറിയാഞ്ഞിട്ടാ. തന്റെ മക്കളെ രക്ഷിക്കാൻ അവരെന്തും ചെയ്യും. ഏത് രീതിയിലും മഹിയേട്ടന്റെ മനസ്സ് മാറ്റിയെടുക്കും. മഹിയേട്ടന് മറ്റാരേക്കാളും വിശ്വാസവും സ്നേഹവും ആ ദേവയാനിയാണ്. അത് നീ മറക്കരുത്. പിന്നെ നമ്മൾ എന്താ ചെയ്യാ? രാഹുലിന് എതിരായ എല്ലാ തെളിവുകളോടെയും വേണം മഹിയേട്ടനെ വിവരം അറിയിക്കാൻ. അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ പോലും അവരകറ്റും. ചേച്ചി പറയുന്നൊക്കെ ശരിയാ. പക്ഷെ നമ്മൾ വൈകിപ്പിച്ച രാഹുലേട്ടനും ആന്റിയും ചേർന്ന് ഇപ്പൊ കണ്ടുവച്ച വിവാഹം നടത്തും. ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം തകർത്തുകൊണ്ട് അങ്ങനെ ഒരു വിവാഹം നടക്കാൻ പാടില്ല. എങ്ങനെയും ഈ വിവാഹം മുടക്കി രാഹുലിനെ കൊണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കണം. ഇനി രാഹുലിനൊരു ഭാര്യ ഉണ്ടെങ്കിൽ അത് രാജി തന്നെ ആയിരിക്കണം. ചേച്ചി എനിക്കൊപ്പം നിന്നാൽ നമുക്കിത് സാധിക്കും. സത്യത്തിൽ രാഹുലേട്ടന്റെ ജീവിതത്തിലേക്ക് വന്ന അത് രാഹുലേട്ടന്റെ ഭാഗ്യമായിരിക്കും. അത്രയ്ക്ക് നല്ല പെൺകുട്ടി അവള്. അല്ലെങ്കിലും ദുഷ്ടന്മാർക്ക് നല്ലതാണല്ലോ ലഭിക്കുന്നത്. അല്ലെങ്കിൽ രാഹുലിന്റെ ജീവിതത്തിലേക്ക് ആ രാജി കടന്നു വരില്ലല്ലോ. എത്രയും പെട്ടെന്ന് രാഹുലേട്ടനെതിരായ എല്ലാ തെളിവുകളും കണ്ടെത്തണം. എന്നിട്ട് മഹേട്ടനെ വിവരം അറിയിക്കണം. വളരെ നല്ല ആളാണ് ചേച്ചി. ഞാനെന്ന് വെച്ചാ ഏട്ടന് പ്രാണനാ. രാഹുലേട്ടൻ എന്റെ ജീവനാ. അദ്ദേഹം ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. അദ്ദേഹം എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചവരാ ഞങ്ങള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.